പരിപാടിയുടെ ബഹുമാന്യനും പ്രിയങ്കരനുമായ അധ്യക്ഷൻ, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ ശ്രീ KP ധനപാലൻ XMP, അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് G. സുബോധൻ, അതുപോലെ തന്നെ ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളായ സുഹൃത്തുക്കളെ, ഈ മീറ്റിംഗിൽ തിങ്ങി നിറഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടെ പങ്കെടുക്കുമ്പോൾ ഇനി വേറൊരു റഫറൻഡം എനിക്ക് ആവശ്യമില്ല. കാര്യങ്ങൾ അത് ബോധ്യപ്പെടുത്താനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്. ഇത് വേറെ ചിലരെ കൂടെ വിളിക്കാറുണ്ട്, എന്നാലത് പൂർണ്ണമാകുമായിരുന്നു. ഇവിടെ ശ്രീ ധനപാലൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒന്നിച്ച DCC പ്രസിഡന്റ്മാരായിരുന്നവരാണ്. 2001 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാരായി എറണാകുളത്ത് അദ്ദേഹവും കണ്ണൂരിൽ ഞാനും പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം MP ആയും ഞാൻ MLA ആയും പ്രവർത്തിക്കാൻ അവസരം വന്നു. ധനപാലന് പാർലമെന്റിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നത്തെ ഇലക്ഷനിൽ ചാലക്കുടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയ സാഹചര്യം തെറ്റായിപ്പോയി എന്ന് ഇന്നും KPCC ആഫീസിൽ അദ്ദേഹം ഇല്ലാതെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ്, തെറ്റായ തീരുമാനമായി പോയി. അതുകൊണ്ട് ചാലക്കുടിയും പോയി, തൃശ്ശൂരും പോയി. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ചാലക്കുടിയിലെ MP ആകുമായിരുന്നു, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ സേവനം എല്ലാ തലങ്ങളിലും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. വൈദ്യുതി ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, പ്രസംഗത്തിന് തയ്യാറായിട്ടല്ല വന്നത്. ഒന്നെനിക്ക് ശബ്ദത്തിൻ്റെ നല്ല അസുഖമുണ്ട്, ജലദോഷമുണ്ട്, ചെറിയ പനിയുണ്ട്. പക്ഷെ എന്നാലും പരിപാടികൾ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് രാവിലെ VS-ൻ്റെ ഭൗതിക ശരീരം സന്ദർശിച്ച് ആദരാഞ്ജലി അർപ്പിച്ച് ഞങ്ങളെല്ലാവരും, അതിനുശേഷം KPCC ഓഫീസിൽ പോയി മുതിർന്ന നേതാക്കന്മാർ രമേശ് ചെന്നിത്തല, MM ഹസൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരൊക്കെ ആയിട്ട് പാർട്ടി പരിപാടികൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇനിയും ഞാൻ VM സുധീരനെ വീട്ടിൽ പോയി കാണാനും അതുപോലെ തന്നെ K. മുരളീധരനെ 5:30 മണിക്ക് KPCC ഓഫീസിൽ കാണാനും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ ഞാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ മുതൽ എന്നെ ആളുകൾ ഈ പരിപാടിക്ക് ക്ഷണിക്കുന്നതാണ്. അതിന് മുമ്പ് പലവട്ടം ധനപാലനും വിളിച്ചു, മറ്റ് എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഭാരവാഹികളും വിളിച്ചിട്ടുണ്ട്, പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചിട്ടുണ്ട്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറി അവിടെ റെയിൽവേ സ്റ്റേഷൻ മുതൽ എന്നെ ക്ഷണിക്കുന്നുണ്ട്. ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പാർട്ട്മെൻറ്റ് മാറി കയറിയതുകൊണ്ട് ട്രെയിനിലുള്ള മുഴുവൻ എനിക്ക് യാത്രയുണ്ടോ. സാധാരണ മുൻപിലാണ് എൻ്റെ കോച്ച് വരുന്നത്, AC കോച്ച്. പക്ഷേ ഇപ്രാവശ്യം ബാക്കിലായിരുന്നു. അതുകൊണ്ട് മുമ്പിൽ മുതൽ ബാക്കിൽ വരെ കയറി. അപ്പം മലബാറിൽ നിന്ന് വന്ന മുഴുവൻ പ്രതിനിധികളെയും ഇന്നലെ കണ്ട് ഫോട്ടോ എടുക്കുകയും അനുവാദം ക്ഷണം സ്വീകരിക്കുകയും ചെയ്തതാണ്. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ വിചാരിച്ച് ഈ റാവുത്തറുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കാരണം ഈ മേഖലയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കുകയും ചാനൽ ചർച്ചകളിലും വാദപ്രമുഖങ്ങളിലെല്ലാം നന്നായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ശക്തമായി സർക്കാരുകളുടെ മുൻപിൽ, അത് UDF-ൻ്റെ ഗവൺമെൻറ് ഉള്ളപ്പോൾ LDF-ൻ്റെ ഗവൺമെൻറ് ഉള്ളപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട, മാന്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഞാൻ നന്നായിട്ട് ഓർമ്മിക്കുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇത്രയും നല്ല മനോഹരമായൊരു കെട്ടിടം, സൗകര്യപ്രദമായൊരു കെട്ടിടം തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ആയുർവേദ കോളേജിൻ്റെ തൊട്ടുപുറകിൽ ഇങ്ങനെ പണിതുയർത്താൻ സാധിച്ചത് തന്നെ ഈ സംഘടനയുടെ ഒരു കരുത്താണ്. അതിലെ അംഗങ്ങളുടെ കൂട്ടായ്മയുടെ തെളിവായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൈദ്യുതി മനുഷ്യൻ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള, നേരത്തെ അത് ശുദ്ധവായുവും ശുദ്ധ വെള്ളവുമായിരുന്നു, നല്ല വെള്ളവും വായുവുമായിരുന്നു. ജീവൻ നിലനിർത്താൻ ആവശ്യമെങ്കിൽ ഇന്ന് നല്ല വായുവും വെള്ളവും കിട്ടണമെങ്കിൽ തന്നെ വൈദ്യുതി ജീവിതം ചലിപ്പിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു സംവിധാനമാണ് വൈദ്യുതി. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ശുദ്ധവായു കിട്ടുന്നില്ല, AC ഇല്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല. കേരളത്തിലും ഏതാണ്ട് അവസ്ഥ അതാണ്. അതുകൊണ്ട് വെള്ളം കോരണമെങ്കിലും ഇപ്പം മോട്ടോർ വേണം, വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ ജീവിതം ഇന്ന് ചലനാത്മകമാവുകയുള്ളൂ. യന്ത്രങ്ങളും വൈദ്യുതി ഉപയോഗിച്ച്, യന്ത്രങ്ങൾ മാത്രമല്ല വാഹനങ്ങളും ആ നിലയിലേക്ക് പോവുകയാണ്.
അതുകൊണ്ട് വൈദ്യുതി ഉൽപാദന, വിതരണ, സംഭരണ, അങ്ങനെയുള്ള ആ ഒരു മേഖലയുടെ പ്രാധാന്യം വളരെ വലുതാണ് നിത്യജീവിതത്തിൽ. കറണ്ട് പോയി കഴിഞ്ഞാൽ MLA-മാരെ ഉൾപ്പെടെ ആളുകൾ വിളിക്കുകയാണ്. ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്കുള്ളൊരു പ്രയാസം, അങ്ങനെയുള്ള ആളുകൾ വിളിച്ചെങ്കിലേ ഫോൺ എടുക്കുള്ളൂ. എല്ലാവർക്കും ഇല്ല, നമ്മുടെ ആളുകൾക്ക് ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഏറ്റവും ദൈനംദിന ജനജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു മേഖലയിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. മഴക്കാലത്തൊക്കെ അതിൻ്റെ പ്രതിസന്ധി, കേരളം പോലുള്ള ഈ പ്രകൃതിയുള്ള, ഈ കാലാവസ്ഥയുള്ള വർഷങ്ങളും അതുപോലെ മലകളുമുള്ള ഒരു പ്രദേശത്തെ വൈദ്യുതി തടസ്സം ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ. എനിക്ക് എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ആർളം ഫാം. അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ വിളിക്കുന്നത് ആനശല്യം, ആന വന്നാൽ അറിയില്ല. ആന ശല്യത്തിൽ 14 ആളുകൾ മരിച്ചതാണ് ആർളം ഫാമിലെ ആദിവാസികൾ. 14 പേരാണ് മരിച്ചത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ വൈദ്യുതിയുടെ ആവശ്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഉൽപാദനമാണെങ്കിലും അതിൻ്റെ വിതരണമാണെങ്കിലും പ്രസരണമാണെങ്കിലും അത് കൃത്യമായിട്ട് നടക്കണം. പക്ഷെ ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇവിടെ ധനപാലൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ ആര്യാടൻ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ദീർഘകാലത്തെ കരാർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയും ഗവൺമെന്റും വന്നിട്ട് ആ കരാർ റദ്ദാക്കിയിട്ട് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി അതിന്റെ അധിക ഭാരം ജനങ്ങളുടെ മേൽ, ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു തെറ്റായ അഴിമതി തന്നെയാണ്. നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. കുറഞ്ഞ വിലയ്ക്ക് ദീർഘനാളത്തേക്ക് വൈദ്യുതി കേരളത്തിൽ ലഭ്യമാകുമായിരുന്ന കരാർ റദ്ദാക്കിക്കൊണ്ടാണ് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയത്. അത് ശക്തമായിട്ട് തുറന്നു കാട്ടി പ്രതിപക്ഷം. പക്ഷേ മാധ്യമങ്ങളൊന്നും മാത്രം ഗൗരവത്തിലെടുത്തില്ല. ഈ സമീപകാലത്ത് അനർട്ടിന്റെ അഴിമതി സംബന്ധിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ശക്തമായിട്ടുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ വാദമുഖങ്ങളും തെളിവുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രിയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അവിടെയും ഒരു മറുപടിയും പറയുന്നില്ല. അവര് മൗനം പാലിക്കുകയാണ്. കാരണം അവർക്കൊന്നും പറയാനില്ല. ഇതിനെ ന്യായീകരിക്കാൻ, ചൂണ്ടിക്കാട്ടിയ തെറ്റുകൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാനോ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ന്യായവാദങ്ങളും ഇല്ല എന്നുള്ളത് വളരെ അറിയപ്പെടുന്ന കാര്യം തന്നെയാണ്. ജീവനക്കാരെയാണെങ്കിലും തലങ്ങും വിലങ്ങും. ഞാനിപ്പോൾ ചോദിച്ചു ചില ആളുകളോട് എവിടെയാണ് ജോലി എന്ന് വെച്ചപ്പോൾ വീടിന് വളരെ ദൂരത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് ആളുകളെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്നു. സേവന വേതന മേഖലകളിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ മാർക്സിസ്റ്റ് അനുകൂലികളും CPI അനുകൂലികൾ പോലും മറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം സർക്കാരിൻ്റെ നയങ്ങൾ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നയസമീപനങ്ങൾ തന്നെയാണ്. അതിലൊട്ടും വ്യത്യാസമില്ലാത്ത നയസമീപനങ്ങളാണ് ഇലക്ട്രിസിറ്റി ബോർഡിലും സ്വീകരിക്കുന്നത്. മന്ത്രി വർത്തമാനം പറയുമ്പോൾ കാർഷിക മേഖലയുടെ കാര്യങ്ങളൊക്കെ മന്ത്രി പറയും. എപ്പോൾ എന്നെ കണ്ടാലും കൃഷിയെക്കുറിച്ച് പറയും. പക്ഷെ വൈദ്യുതിയെക്കുറിച്ചൊന്നും മിണ്ടില്ല. അദ്ദേഹത്തിൻ്റെ വേറൊരു തന്ത്രമായിരിക്കും. കൃഷിയെക്കുറിച്ച് പറയുക, വൈദ്യുതിയിലെ ഈ പകൽ കൊള്ള അതിനെ സംബന്ധിച്ച് മറുപടിയില്ല. അതാണൊരു ഭാഗം നിൽക്കുന്നത്. അതുപോലെ ജീവനക്കാർക്കെതിരെയുള്ള നടപടികളെ സംബന്ധിച്ച് മറുപടിയില്ല. അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ കാര്യമാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ എനിക്ക് INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. കത്ത് മുഴുവൻ വായിച്ചില്ലെങ്കിലും സുബോധമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം യൂണിയനുകൾ യോജിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഒരു മേഖലയിൽ INTUC-ക്ക് ഒരു യൂണിയൻ മാത്രം എന്ന ഒരു മുദ്രാവാക്യം ആണ് അദ്ദേഹം എന്നെ ഉപദേശിച്ച് എന്നെ ബോധവാനാക്കിയിട്ടുള്ളത്. ഞാനത് പൂർണ്ണമായിട്ടും ഞാനത് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പണി പകുതി എളുപ്പമായി. അദ്ദേഹം തന്നെ ആ വാദം എതിക്കാരനാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാം. ഈ ശക്തിയും കൂടെ കണ്ട് എനിക്കത് ബോധ്യം വന്നു. ബോധ്യപ്പെട്ട കാര്യങ്ങൾ പിന്നെ ആരും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ റഫറണ്ടത്തിൽ 24% എന്ന നിലയിൽ മുന്നോട്ട് വന്നു എങ്കിൽ അതൊരു വലിയ ശക്തി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 4-1 പേർ ഈ സംഘടനയുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ പ്രാവശ്യം 0.4% നഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ ഭിന്നിച്ച് നിന്നതുകൊണ്ട് തന്നെയാണ്. ഡിവൈഡഡ് വി ഫോൾ, യുണൈറ്റഡ് വി സ്റ്റാൻഡ്. ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഭിന്നിച്ച് നിന്നാൽ വീണു പോകും. എല്ലാവരും ഐക്യത്തിൽ പോകണം. ഇപ്പൊ ധനപാലൻ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസിന്റെ അകത്ത് ഐക്യം ഊട്ടിയുറപ്പിക്കാൻ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ നേതാക്കന്മാരെയും അങ്ങോട്ട് പോയി കണ്ട് എല്ലാ ജില്ലകളിലും പോയി സമര സംഗമങ്ങൾ നടത്തി അതിനുശേഷം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ കണ്ട് അവരുമായിട്ട് നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് എല്ലാവരുടെയും യോജിപ്പിന് വേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യം
ന്യായയുക്തമായതുകൊണ്ട് ആ കാര്യത്തിൽ ചില സംഘടനകളിൽ അനൈക്യം, NGO അസോസിയേഷൻ ആളുകൾ ഇപ്പോൾ KPCC ഉണ്ടായിരുന്നു, വക്കീലന്മാരുടെ ഇടയിൽ അനൈക്യമാണ്. ഞാനൊന്ന് ചോദിക്കുന്ന ഒരു കാര്യം, അവരോട് ചോദിക്കുന്ന കാര്യം, നിങ്ങളിപ്പോൾ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ കുറേ പേര് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ പഠിച്ച പണി ചെയ്യുന്നില്ല. ഞങ്ങൾ പഠിച്ച് ജോലി ചെയ്യാതെ KSU ആയി, യൂത്ത് കോൺഗ്രസ്സായി ജോലിയില്ലാതെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിൽക്കുക. ഞങ്ങൾ തമ്മിലുള്ള തർക്കം നിങ്ങളോട് ഉപദേശിക്കുകയല്ല, മറ്റൊരു ആരോടെങ്കിലും ഉപദേശിക്കാനുള്ള ഒരു ആർഗ്യുമെന്റിന്റെ പോയിന്റാണ്. ഞങ്ങൾ തമ്മിലുള്ള തർക്കം, സ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങൾ തമ്മിലുള്ള തർക്കം ഞങ്ങൾക്ക് രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ, വക്കീലന്മാർ തമ്മിലും NGO അസോസിയേഷൻ തമ്മിലും INTUC-കാർ തമ്മിലുള്ള തർക്കം എന്തുകൊണ്ട് വിട്ടുവീഴ്ചയിൽ ന്യായമായിട്ട്, വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ന്യായമായിട്ട് പരിഹരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് പരിഹരിച്ചേ മതിയാവൂ. അതിനു വേണ്ടി കഴിയാവുന്ന എല്ലാ പരിശ്രമങ്ങളും സമയബന്ധിതമായിട്ട് നടത്തും. എല്ലാ നേതാക്കന്മാരുടെയും പിന്തുണ ആ കാര്യത്തിൽ നേടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീ ധനപാലനും സുബോധനും ഒക്കെ അതേപോലെ രാഷ്ട്രീയ രംഗത്ത് സംഘടനാപരമായിട്ട് ബന്ധങ്ങളുള്ള ആളുകളാണ്. ഈ കാര്യം നമുക്ക് രാഷ്ട്രീയ വേദിയിലും നമുക്ക് ചർച്ച ചെയ്ത് ഈ ഒരു ആവശ്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്തായാലും തടസ്സം പരിശോധിച്ച് അതിലേക്ക് നീങ്ങാം. സർക്കാരിൻ്റെ അനീതികൾക്കെതിരെ, ജീവനക്കാരെ ദ്രോഹിക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ച് നിൽക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഈ ഹാള് നിറഞ്ഞ്, നിങ്ങൾ ഇവിടെ മീറ്റിംഗ് വിളിച്ച് ഇത്രയാൾ വരും എന്നുള്ള ഉറപ്പിലാണ്, ഇത്രയാളെ വരുള്ളൂ എന്നുള്ള ഉറപ്പിലാണ്. കാരണം അത് ഞാൻ നോക്കി ഞാൻ ഈ രജിസ്റ്ററിൽ ആദ്യം ഒപ്പിടാൻ വന്നപ്പോൾ നോക്കുമ്പോൾ എണ്ണം കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാ പറ്റി നോക്കുമ്പോൾ പിന്നെ രണ്ടാമതൊന്നും കൂടെ എന്നെ ഇതിൻ്റെ നമ്മളുടെ യമുന കാണിച്ചു തന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല പങ്കാളിത്, എല്ലാവരുടെയും ഫോട്ടോ വെച്ച് നന്നായിട്ട് തന്നെ രജിസ്റ്റർ, ഒരു അച്ചടക്കമുള്ള സംഘടനയാണെന്ന് ഈ യോഗം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രാവിലെ വന്ന ആളുകൾ ഈ 4 മണിയാകുമ്പോൾ ഇരിക്കുകയില്ല. പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതാണ്ട് എല്ലാവരും ഒരു സമപ്രായക്കാരാണ്, നല്ല ഉന്മേഷത്തിലായിരിക്കുന്നത്. ഉച്ചഭക്ഷണം അതല്ലേ, അപ്പൊ നല്ല ആക്റ്റീവായിട്ട് തന്നെ ലൈവായിട്ടുള്ളൊരു മീറ്റിംഗാണ്. ചിലർ എന്താ വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് പ്രസംഗിക്കുമ്പോൾ ചിലർ ഉറക്കം തൂങ്ങുമായിരിക്കും, ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമായിരിക്കും, ചിലർ ഫോൺ നോക്കുകയായിരിക്കും. അതൊന്നും ഇല്ലാതെ അറ്റൻറ്റീവായിട്ടിരുന്നൊരു മീറ്റിംഗാണ്. അപ്പൊ നിങ്ങളുടെ സംഘടനാ ബോധത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാം. ധനപാലൻ ഇവിടെ മാത്രമല്ല, കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടാകാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെ നിൽക്കുമ്പോൾ ധനപാലന്റെ വിലപ്പെട്ട സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഈ സമാപന സമ്മേളനം, രാവിലത്തെ സമ്മേളനമല്ലോ ഉദ്ഘാടനം, പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്.